വിരാട് കോഹ്ലിയുടെ ബീസ്റ്റ് മോഡ് അൺലീഷ് ആയിരിക്കുന്നു. കഴിഞ്ഞ കളിയിലെ സെഞ്ചുറിക്ക് ശേഷം ഈ കളിയിലും 29 ബോളിൽ 50 നേടിക്കൊണ്ട് 77-ൽ ഔട്ടാകുന്നു. രോഹിത്തിനെയും കോഹ്ലിയെയും സർപ്രൈസ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടർ ഇത് തന്നെയാണ്. 1-2 ICC ടൂർണമെന്റുകളിലൊഴികെ തുടരെ ബിഗ് സ്കോറുകൾ രോഹിത് നേടിക്കണ്ടിട്ടില്ല. എപ്പോഴും 1-2 ബിഗ് സ്കോറുകൾ വന്നാൽ പിന്നെ 5-6 ഇന്നിങ്സ് ഡൗൺ ആയ ശേഷമാകും വീണ്ടും ഒരു ബിഗ് ഇന്നിങ്സ് വരുന്നത്. കോഹ്ലി വ്യത്യസ്തനാവുന്നത് അവിടെ തന്നെയാണ്. ഫോമായി കഴിഞ്ഞാൽ കോഹ്ലിയുടെ പർപ്പിൾ പാച്ച് എന്നത് 5-6 ഇന്നിങ്സ് നിൽക്കും. അതിനുശേഷമാകും പിന്നെ 4-5 ഇന്നിങ്സ് ഡൗൺ ആകുന്നത്. ആദ്യത്തെ 5-6 ഇന്നിങ്സിൽ തന്നെ 10-15 ഇന്നിങ്സ് നേടേണ്ട റൺസ് കോഹ്ലി അടിക്കുകയും ചെയ്യും. ഇൻബോൺ ടാലന്റ് നോക്കിയാലും രോഹിത് കോഹ്ലിയാണെങ്കിലും കോഹ്ലിയെ രോഹിതിന്റെ മുകളിൽ എത്തിക്കുന്നത് അയാളുടെ ആർത്തി തന്നെയാണ്. റൺസിനോടുള്ള ഒരിക്കലും തീരാത്ത ആ ആർത്തി. ടെസ്റ്റിലും ലിമിറ്റഡ് ഓവറിലും കോഹ്ലിയുടെ ഫോം നേരെ എതിർദിശയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കോഹ്ലി ടെസ്റ്റ് റിട്ടയർ ചെയ്ത സമയത്ത് ഞാനുൾപ്പെടെ ആ തീരുമാനം കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഒരു രഞ്ജി സീസൺ പ്ലസ് ഒരു കൗണ്ടി സീസൺ കളിച്ചിരുന്നേൽ കോഹ്ലി ഇപ്പോൾ ടെസ്റ്റിൽ വീണ്ടും ഫോം വീണ്ടെടുത്തേനെ. ആഭ്യന്തരം കളിക്കാൻ പറഞ്ഞു, ചെന്ന് കളിച്ചു, സെഞ്ചുറിയും അടിച്ചു. രണ്ടാമത്തെ മാച്ചിൽ 50യും അടിച്ചു. രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും ആഭ്യന്തരം കളിക്കാൻ ഉത്തരവിട്ടത് കോച്ച് ഗൗതം ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് അഗാക്കറുമാണ്. ഇരുവരും ഇനിയും 2027 ലോകകപ്പിന് അർഹരാണെന്ന് തെളിയിക്കാനായിരുന്നു ഈ ഉത്തരവ്. രോഹിത് ശർമ്മ ആദ്യം ഓക്കെ പറയുന്നു, പിന്നെ വിരാട് കോഹ്ലിയും കളിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിവേഗ സെഞ്ചുറികൾ ഒരുപാട് പിറന്ന വിജയ് ഹസാര ട്രോഫിയുടെ ആദ്യ ദിനത്തിൽ തന്നെ സെഞ്ചുറി കുറിച്ച് അവർ ഇരുവരും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി നൽകിയിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സെലക്ഷൻ മാനദണ്ഡങ്ങൾ തീർത്താലും ക്രിക്കറ്റിൽ തങ്ങൾ തന്നെയാണ് രാജാക്കന്മാരെന്ന്. നിലവിൽ ടെസ്റ്റ് T20 ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മക്കും കോഹ്ലിക്കും ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് കളിക്കുന്നത്. 2027 ഏകദിന ലോകകപ്പ് വരെ ടീമിനോടൊപ്പം തുടരാൻ ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട്. 2027 ലോകകപ്പിന് ഇനിയും 22 മാസമുണ്ട്. കോഹ്ലിക്ക് നിലവിൽ 37 വയസ്സായിരിക്കുന്നു. രോഹിത് ശർമ്മക്കാകട്ടെ 39. ആ സമയം വരെ ഫിറ്റ്നസ് സൂക്ഷിക്കുമോ, ഫോമിൽ തുടരുമോ എന്ന ആശങ്കയിൽ ഞങ്ങളെ സംശയിച്ചവർക്ക് കളത്തിലാണ് മികച്ച പ്രകടനത്തിലൂടെ ഇരുവരും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിനെതിരെ ഡൽഹിക്കായി 101 പന്തിൽ നിന്ന് 131 റൺസ് നേടിയ വിരാട് ഡൽഹിയുടെ വിജയശില്പി തന്നെയായിരുന്നു. രോഹിത് ശർമ്മയാകട്ടെ സിക്കിമിനെതിരായ മത്സരത്തിൽ മുംബൈക്കായി ഓപ്പണറായി ഇറങ്ങിയാണ് സെഞ്ചുറി കുറിച്ചത്. 12 ഫോറും 8 സിക്സും പറത്തിയ രോഹിത് 93 പന്തിൽ 155 റൺസായിരുന്നു നേടിയിരുന്നത്.